മാതാ പിതാ ഗുരു ദൈവം ഇങ്ങനെയാണല്ലോ. ഞാൻ ഈ ഒരു സംഭവം എഴുതിയിരിക്കുന്നത് ഞാൻ ജസ്റ്റ് ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തതാണെങ്കിലും കൂടി ഇപ്പോഴും ഒരു അധ്യാപകൻ്റെ ലീലാവിലാസം പുറത്തു വന്നിരിക്കുകയാണ്. വേറൊന്നുമല്ല, മോഷണം. അതും ഒരു വൃദ്ധയായ സ്ത്രീയുടെ മാലമോഷണം. എന്തായാലും ആ അധ്യാപകൻ്റെ മുഖം ഉൾപ്പെടെ ടി വിയിലൊക്കെ കാണിക്കുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഇവരെയൊക്കെ മറച്ചു വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, പുറത്ത് കൊണ്ടുവരണം. അധ്യാപകൻ്റെ വേഷവും ഇട്ട് നല്ല സംസ്കാരം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട അധ്യാപകർ തന്നെ ഇങ്ങനെ വൃത്തികേടുകൾ, പലതരത്തിലുള്ള ലീലാവിലാസങ്ങളുണ്ട് ഇവർക്ക്. അത് ഇനിയും ഒരുപാട് പേര് പുറത്ത് വരാനും ഉണ്ട്, അങ്ങനെ വരികയും ചെയ്യും. ഇപ്പം എന്തായാലും ഒരധ്യാപകനെ പൊക്കിയിട്ടുണ്ട്. അവൻ്റെ ഫോട്ടോ ഞാൻ ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പോൾ ഇതാണ് ആ മഹാനായ അധ്യാപകൻ. അപ്പോൾ ഒരു അമ്മമ്മയുടെ നൈസായിട്ട് അവരോട് അങ്ങനെ നൈസായിട്ട് അവരുടെ കൂടെ നിന്നിട്ട് ലാസ്റ്റ് പൊട്ടിച്ചോണ്ട് ഒരൊറ്റ ഓട്ടം CCTVയിൽ കണ്ടെത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മൂമ്മ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്, ഇയാൾ തന്നെയാണ് മാല മോഷ്ടിച്ചത്. എന്താണെങ്കിലും മുഖം ഉൾപ്പെടെ ന്യൂസിൽ ഓടുന്നുണ്ട്. നല്ലൊരു അധ്യാപകൻ. ഇനി എത്ര അധ്യാപകന്മാരുടെ മുഖംമൂടികൾ അഴിഞ്ഞ് വീഴും, പ്രതീക്ഷയോടെ കാത്തിരിക്കാം. എന്താണെങ്കിലും അഴിയേണ്ട മുഖംമൂടികൾ അഴിയുക തന്നെ വേണം, എന്നാലേ സമൂഹം നല്ല രീതിയിൽ മുന്നോട്ട് പോവുള്ളൂ. അല്ലെങ്കിൽ ഇവന്മാരൊക്കെ ഉണ്ടല്ലോ, ഒരു തെറ്റ് ചെയ്ത് 2 തെറ്റ് ചെയ്ത് 3 തെറ്റ് ചെയ്ത് അങ്ങനെ തെറ്റുകളുടെ ഒരു കൂമ്പാരം പടുതുയർത്തി ഇരുട്ടുകൊണ്ട് ആ ഹോൾ ഇങ്ങനെ അടച്ചു വെച്ച് അങ്ങനെ ഇരിക്കും. പുറത്ത് കൊണ്ടുവരേണ്ടവരെ പുറത്ത് കൊണ്ടുവരിക തന്നെ വേണം. അതത്ര അധ്യാപകനാണെങ്കിലും കൊള്ളാം, ഏതത്ര വലിയ ഉദ്യോഗസ്ഥരാണെങ്കിലും കൊള്ളാം, പുറത്ത് കൊണ്ടുവരണം. എന്താണെങ്കിലും ഈ ഒരു കേസിൽ ആ അമ്മയ്ക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ആ പ്രതിയെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിച്ച എല്ലാ നിയമപാലകർക്കും ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഇപ്പോൾ അറിയാമല്ലോ, ഈ നമ്മുടെ ഒരു സ്വർണത്തിൻ്റെയൊക്കെ വില തന്നെ അറിയാമല്ലോ. ഒരു ജീവിതകാലം അത്രയുള്ളൊരു സമ്പാദ്യമായിരിക്കും ആ കഴുത്തിൽ കിടക്കുന്നത്. പിന്നെ ഈ പ്രായമുള്ളവരോടും ഒക്കെ ഒരു കാര്യം പറയാനുള്ളത്, പ്രായമുള്ളവരാണെങ്കിലും ചെറുപ്പക്കാരാണെങ്കിലും നിങ്ങൾ കഴിയുന്നത് നിങ്ങളുടെ മാല, സ്വർണ്ണമായിട്ടുള്ള ആഭരണങ്ങൾ ദയവ് ചെയ്ത് ഇടാതിരിക്കണമെന്ന് നല്ലത്. ചിലർക്ക് അലർജി കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനത് പ്രത്യേകമായിട്ടുള്ള മാലകളൊക്കെ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. ഈ ലോക്കലായിട്ടുള്ള മാലകളാണ് നമുക്ക് അലർജി ഉണ്ടാക്കുന്നത്. അല്ല, അത് പറഞ്ഞ് പ്രത്യേകമായിട്ടുള്ള മാലകൾ അവൈലബിൾ ആണ്. അങ്ങനെയുള്ള മാലകൾ സെലക്ട് ചെയ്തിടുക. അല്ലെങ്കിൽ വെള്ളിയിൽ തന്നെ ആഭരണങ്ങൾ ലഭിക്കുന്നതാണ്. ചെറിയ രീതിയിലുള്ള ആഭരണങ്ങളൊക്കെ അത് കിട്ടും, അത് വാങ്ങിയിടുക. മാക്സിമം കഴിയുന്നത് ഈ സ്വർണ്ണ ആഭരണങ്ങൾ ഇടാതിരിക്കണമെന്ന് നല്ലത്. ഇതിപ്പോൾ കവറിങ്ങിൻ്റെതാണെങ്കിൽ പോലും നമ്മുടെ പെടലി പോകാൻ സാധ്യതയുണ്ട്, സ്വർണ്ണമാണെന്നും പറഞ്ഞ് വലിച്ച് പൊട്ടിച്ചോണ്ട് പോകുമ്പോൾ. അതുകൊണ്ട് എല്ലാവരും അത് ശ്രദ്ധിക്കുക. അത്രയ്ക്ക് സ്വർണത്തിൻ്റെ വില അത്രയാണ്. മാലയോ കമ്മലാണെങ്കിൽ തന്നെ റിസ്ക്കാണ്. അവസാനം ചെവിയും പോകും, നമ്മുടെ ശരീരവും പോകും, ഒരു സ്വർണവും പോകും. നാണയില്ലാത്ത ഒളിപ്പില്ലാത്ത കുറേ എണ്ണങ്ങൾ ഇങ്ങനെ എന്ത് ആലുകളെത്താലും തണലെന്ന് വിചാരിച്ച് നടക്കണ കുറേ പേരുള്ള ഒരു സമൂഹമാണ് പ്രത്യേകിച്ചെന്ന് ഓർമ്മ വേണം. അതിപ്പോൾ ഏത് റെസ്പെക്റ്റുള്ള ജോലിയിലിരിക്കുന്നവരാണെങ്കിൽ പോലും ഇതാണ് സ്വഭാവം, മനസ്സിലായില്ലേ? എന്തായാലും നല്ല അധ്യാപകൻ. ഇവനൊക്കെ പഠിപ്പിച്ച പിള്ളേരുടെ ഒരവസ്ഥ. ഇനി അവിടെ കക്കാനാണോ പഠിപ്പിക്കുന്നത് എന്തോ ഇനി? അല്ല, ഒരു ട്യൂട്ടോറിയൽ കോളേജ് ഉണ്ടെന്നൊക്കെ അല്ലേ പറയണ്ടത്, കക്കാനായിരിക്കും കേട്ടോ പഠിപ്പിക്കുന്നത്. എന്താണെങ്കിലും ഈ വൃത്തികെട്ട കള്ളത്തരം പിടിച്ച ഈ അധ്യാപകൻ്റെ മുഖം മൂടി പുറത്ത് കൊണ്ടുവന്ന് മുഖം വരെ വ്യക്തമായിട്ട് കാണിച്ച സ്ഥിതിക്ക് ആ കുട്ടികൾക്ക് അവിടെ അയാൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ക്ലാസ്സിലെ കുട്ടികൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു അവസരം കൂടി ലഭിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.